കോഴിക്കോട് വെള്ളിമാടുകുന്ന് JDT കോളേജിലെ വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഹമ്മദ് മുജ്തബയ്ക്കാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ലിനറ്റ്, ഈ വിദ്യാർത്ഥികൾക്കിടയിലെ അക്രമങ്ങൾ, അടിപിടികൾ വല്ലാതെ കൂടുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ വെള്ളിമാട് കുന്നിൽ നിന്നാണ് ഇങ്ങനെ ഒരു വാർത്തയും ദൃശ്യങ്ങളും എത്തുന്നത്. ഈ അക്രമികളെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ കഴിഞ്ഞ 13-ാം തീയതിയാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. JDT കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ 13ഓളം സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. ഇതിൽ ചേവായൂർ പോലീസ് 13 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കണ്ടാലറിയുന്ന 9 പേർക്കെതിരെയും അതോടൊപ്പം ബാക്കിയുള്ളവർക്കെതിരെയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 5 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീനിയർ വിദ്യാർത്ഥികൾ ഈ ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഇവരുടെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന ധാരണയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ വിദ്യാർത്ഥിയുടെ മൂക്കിനും അതോടൊപ്പം കണ്ണിനും ഈ താക്കോൽ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു. അതിനുശേഷം ഈ 13-ന് ശേഷം ഇന്നാണ് ഇപ്പോൾ ഈ 5 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ലക്ഷ്മി പത്മ. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.